ഇന്നൊരു മുരിങ്ങാത്തോരനാണ്. മുരിങ്ങാത്തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വയ്ക്കുന്ന ഒരു മുരിങ്ങാത്തോരനല്ലേ എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിലേ ഞാനത് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി മുരിങ്ങാത്തോരനാണ്. ഇത് അധികം ആരും അങ്ങനെ ചെയ്തു എന്ന് ഞാൻ കണ്ടിട്ടില്ല ചെയ്തതായിട്ട്. ഭയങ്കര ടേസ്റ്റാണ്, അതീവ രുചികരമാണ് ഇങ്ങനെ മുരിങ്ങയില ഉണ്ടാക്കിയാൽ. അതിനാവശ്യമുള്ളത് ഇതുപോലെയുള്ള ചെനപ്പുകളാണ്, ഒട്ടും മൂക്കാത്ത ചെനപ്പുകളാണ്. അല്ലാതെ വലിയ മുരിങ്ങയില അതിനാവശ്യമില്ല. അപ്പോൾ ഈ ചെനപ്പുകൾ കുറച്ച് നമുക്ക് കുടിച്ചെടുക്കാം. കണ്ടോ, ഇത് കിളുന്താണല്ല, ഇത് കുറേ ചെനപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഉപയോഗിക്കണം. ഞാൻ 2-3 ദിവസമായി വിചാരിക്കണം, സമയം കിട്ടിയില്ല. അപ്പോഴാണ് ഇന്നാണിത് ഒത്തു വന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് മുരിങ്ങാത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയും കിളുന്ത് ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ അല്പം മൂപ്പുള്ള ഈ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇത് നന്നായിട്ട് കിളുന്താണ്. ഇത് കഴുകിയെടുക്കണം, കാരണം ഇതിനകത്തൊരു തരം പുഴുവല്ല, മൂട്ട പോലെ, മുട്ടയുടെ ഇതിൻ്റെ ഇത് പറയണത്, അതിന് എന്തോ ഒരു പേരുണ്ട്. മീലിബഗ് അല്ല, വേറെ ഒരു തരം മൂട്ടയുണ്ട്. അത് സാധാരണ മറ്റ് പച്ചക്കറിയിലൊന്നും അതിനെ കാണാറില്ല, ഇതിൽ കാണാറുണ്ട്. പിന്നെ ചെറിയ എട്ടുകാലിയുണ്ട്, വളരെ കുഞ്ഞ് എട്ടുകാലി, അത് ഇതിൽ കൂടുകൂട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ വിഷാംശം ഒരുപാട് ഉള്ളതാണ്. അത് നമുക്കത് കളയണം. അതിനാണ് ഒന്ന് നന്നായി കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. ഇതിൽ വളരെ സോഫ്റ്റായ തണ്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, കിടന്ന് ഒടിഞ്ഞു പോരും. ഇങ്ങനെയുള്ള തണ്ട് കളയരുത്. ഇതും കൂടി നമുക്ക് കൂട്ടി അരിയാനുള്ളതാണ്. എന്നാൽ അല്പം ടെമ്പർ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കരുത്, അത് മാറ്റി വയ്ക്കണം. അപ്പോൾ മുരിങ്ങയുടെ എല്ലാം മിക്കവാറും നല്ല ടെമ്പറാണ്. കിളുന്താകുമ്പോൾ ടെമ്പർ ഉണ്ടാവില്ല. മുരിങ്ങയുടെ ഇല നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കഴിക്കരുത്. ഇത് ഫൈബർ മാത്രമല്ല, ഇതിൽ ഒരുപാട് മൂലകങ്ങളുണ്ട്. ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നത് ശരിയല്ല. 2 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ കഴിക്കരുത്. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ. ഇതൊക്കെ ഇതേ കിളുന്ത് തണ്ടുകൾ കണ്ട, ഇതൊക്കെ കിടുന്നും പറഞ്ഞ് ഒടിഞ്ഞു വരും. കുറച്ച് തണ്ടുകൾ നമ്മൾ പിന്നെ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ 2 സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തണ്ടും ഇലയും കൂടി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിതൊന്നും ഇങ്ങനെ മടക്കി എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ. എത്ര ചെറുതാക്കാമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ഈ തണ്ടിന്, ആ ചെറിയ തണ്ടിലൊക്കെ ഒരുപാട് പോഷകമൂല്യങ്ങളുള്ളതാണ്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതൊന്നും കൂടെ ഈ അരിഞ്ഞ സാധനം ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്നുകൂടി അരിയണം. അങ്ങനെ 2-3 പ്രാവശ്യം അരിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഒരു പ്രാവശ്യം എങ്ങനെയായാലും അരിയണം. വീണ്ടും അരിയുമ്പോൾ നമ്മൾ കൂടുതൽ തരികളൊന്നും കാണില്ല, എല്ലാം അരിഞ്ഞു പോകും. അല്പം മുളക് പൊടി ചേർക്കണം. 1/4 ടീസ്പൂണിൽ താഴെ മതി, 1/4 ടീസ്പൂൺ പോലും വേണ്ട, ശകലം മതി. അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു ശകലം മതി. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഷെയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക. ആൾക്കാർ ഈ രീതിയിലൊന്ന് മുരിങ്ങയില തോരൻ ഉണ്ടാക്കി നോക്കുക. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പാൻ ആയതുകൊണ്ട് വെളിച്ചെണ്ണ വേണമെന്നില്ല. ഞാനൊരു അല്പം ഒഴിച്ചെന്ന് മാത്രം. ഈ മുരിങ്ങയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത് എനിക്കും വൈഫിനും മാത്രമാണ്. മൂത്ത മകൻ ഇവിടെ ഇല്ല, UK-യിലാണ്. ഇളയ മകൻ ജോലിക്ക് പോകും. ഉണ്ടെങ്കിലും അവൻ ഇതധികമൊന്നും കഴിക്കില്ല. ഇപ്പോഴൊക്കെ ന്യൂ ജനറേഷൻ്റെ ഇതൊന്നും തൊട്ടില്ലല്ലോ കൈകൊണ്ട്. ഇപ്പം നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട്, ഇത് കണ്ടാലറിയാം. ഇത് ഒരുപാട് ഫ്രൈ ചെയ്യണ്ട, നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. തീ കുറച്ച് വാട്ടിയെടുക്കണം. ഇത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കൊരു മുട്ട ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഇത് ചില്ല് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ ഗ്ലാസ്സിൽ മുട്ട ഉപയോഗിക്കരുത്. സ്പൂൺ കൊണ്ട് അടിക്കാം, പക്ഷേ കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാൻ പാടില്ല സ്റ്റീൽ പാത്രത്തിൽ. ഞാൻ ചില്ലിൻ്റെ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്.
ശകല ഉപ്പ് ഈ മുട്ടയിലേക്ക് ചേർക്കാം. കാരണം ഈ മുട്ടയിൽ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ചേ ചേർക്കാവൂ. ഇതിൽ ഉപ്പ് രസം ഉള്ളതാണ് മുട്ടയ്ക്കകത്ത്. ഈ മുട്ട നമുക്ക് വേറെ ഒന്ന് പൊരിച്ചെടുക്കാം. അത് ചിക്കി എടുക്കണം. ഇങ്ങനെ എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിലും കുറവ് മതി. ഒന്ന് മിക്സ് ചെയ്യാം. പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ശകലം മതി. 2-3 ഉള്ളി, ഒരു പച്ചമുളക് ഡയമണ്ട് ആകൃതിയിൽ അരിഞ്ഞത് ഇടുക. ഈ ഡയമണ്ട് ആകൃതിയിൽ അരിഞ്ഞിട്ട് നീളം കൂട്ടി അരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ എടുത്ത് കളയാം. അല്ലെങ്കിൽ കുരുവരെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മളത് കടിക്കും, ചിലർക്ക് അതിൻ്റെ എരിവ് പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ മുളക് പൊടി ഇട്ടിരിക്കുന്നത് 1/4 ടീസ്പൂണിലും പകുതിയാണ് എന്ന് പറഞ്ഞാൽ പഴയ കണക്കാണെങ്കിൽ അരക്കാൽ. പിന്നെ ഒരു പച്ചമുളക് എരിവില്ലാത്തതാണ്. പിന്നെ അല്പം എരിവിന് വേണ്ടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളിത് വറുത്തെടുത്ത കാരണം കൊണ്ടാണ് ഇത്ര കുറഞ്ഞു പോയത്. ഇത് മതി, 2 പേർക്ക് ഇത് ധാരാളമാണ്. ഇനി നമുക്ക് നമ്മുടെ മുട്ട കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അതീവ രുചികരമാണ്. ഇതൊരു സംഭവമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ പിന്നെ മുരിങ്ങയില അന്വേഷിച്ച് നടക്കും നിങ്ങൾ, ഉറപ്പാണത്. അത്ര ടേസ്റ്റാണിതിന്. കാരണം ഇത് എളുപ്പം ചെയ്യാം, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.